നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് വിഷ്ണുവച്ചനെ ഒന്ന് വിളിച്ചാലോ? ചേച്ചിയമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലെന്ന് തിരക്കുകയും ചെയ്യാം. അതൊക്കെ പോട്ടെ. പിന്നെ ആശാനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടാ. ഇവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോ. അവിടെ നടക്കാൻ പോകുന്ന ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു സമയം കൂലി പരിപാടിയാ. ഞാനതിനെ കാണുന്നത് അങ്ങനെ തന്നെയാ. അപ്പൊ ഞാൻ പറഞ്ഞു മറക്കണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. നീ ടെൻഷനൊന്നും ആവണ്ട കേട്ടാ. അമ്മ എന്താ കണ്ണ് തുറക്കാത്തത്? അമ്മ കണ്ണു തുറക്കും സത്യേ. ഇപ്പൊ അമ്മ ഉറങ്ങാ. അപ്പ വേദന ഉണ്ടാവോ? അമ്മേ അമ്മേ, ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് അമ്മേ. ഒന്ന് കണ്ണ് തുറക്കമ്മേ. പപ്പിമോളും വന്നിട്ടുണ്ട്. അമ്മേ അമ്മേ അമ്മേ. അത് മോളെ, അമ്മയെ ശല്യം ചെയ്യണ്ട കേട്ടോ. അമ്മ ഇപ്പൊ ഉറങ്ങുമല്ലേ? ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നത് ശരിയാണോ? മരുന്ന് കഴിച്ചിട്ടുള്ള മയക്കമാണോ? ആക്സിഡന്റിൽ തലയൊന്ന് തട്ടിയിട്ടുണ്ട്, അതിന്റെ വേദന കാണും. ആ വേദന കുറയാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, അതിന്റെ മയക്കത്തില്ല. അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? അതിനല്ലേ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയേ. ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളാ നോക്കേണ്ടത്. കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ മറ്റുള്ള വിവരങ്ങൾ അറിയാൻ പറ്റൂ. ഈ മയക്കം കഴിയുമ്പോ റൂമിലേക്ക് മാറ്റാം. പേഷ്യന്റിന്റെ ആരാന്നാ പറഞ്ഞേ? ആ കുട്ടിയുടെ അമ്മയായത്. അമ്മ എപ്പോഴാ കണ്ണ് തുറക്കുന്നേ? ഉടനെ തുറക്കും മോളെ. മോള് വിഷമിക്കണ്ടാട്ടോ, അമ്മയ്ക്കൊന്നുമില്ല. പറഞ്ഞ മരുന്നെല്ലാം ഉണ്ടാ നോക്കിയേ. അതെ, ആ സ്ത്രീയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇനി സാറിന് വേണമെങ്കിൽ പോകാം കേട്ടോ. വളരെ ഉപകാരം. അല്ല, ബന്ധുക്കളെ കാണണമെന്നുണ്ടോ? എന്തിന്? ചെയ്ത സഹായങ്ങൾക്ക് നന്ദി ചോദിക്കാനോ? അതൊന്നും വേണ്ട. ചിലപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ സഹായിക്കാനായി ഈ അകത്ത് കിടക്കുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ കാണും. അതാണല്ലോ ജീവിതം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ സാറേ. ശരി, ഓക്കെ. ശരി. ശ്യാമാൻറ്റി, എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട, അമ്മയ്ക്കൊന്നുമില്ല. ചേച്ചി ആക്സിഡന്റായ സ്ഥലത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന ആളാ മരുന്ന് കൊണ്ടുവന്നത്. നിങ്ങളൊക്കെ എത്തിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അയ്യോ, പോയോ? അല്ല, ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ല. ഏയ്, അതൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അമ്മേ, കണ്ണ് തുറക്കമ്മേ. അമ്മയുടെ സത്യമോളെ വിളിക്കുന്നത്. പിന്നെ കുട്ടികളെയും കൊണ്ട് പുറത്തിരുന്നാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം.
അമ്മ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? അമ്മ വിളി കേക്കും മോളെ. കുറച്ചു കഴിയുമ്പോ കണ്ണു തുറന്ന് നമ്മളെയൊക്കെ നോക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് പുറത്തിരിക്കാം. അപ്പ അമ്മ ഒറ്റയ്ക്കാവില്ലേ? ഞങ്ങളൊക്കെ അമ്മയുടെ അടുത്തുണ്ടല്ലോ. അപ്പൊ പിന്നെ അമ്മ എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? വാ മോളെ, പോ. ചെല്ലു മോളെ. എന്തിനാ സത്യ അങ്ങനെ സങ്കടപ്പെടുന്നത്? സത്യയുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആ നേഴ്സാൻറ്റി പറഞ്ഞതല്ലേ? അതല്ല, അമ്മയ്ക്ക് ആക്സിഡന്റിൽ എന്തോ പറ്റി. ഇനി എന്നെ അമ്മ കണ്ണു തുറന്ന് നോക്കില്ലേ? പിന്നെ നോക്കില്ലേ, കണ്ണു തുറന്ന് നോക്കുകയും ചെയ്യും. ആദ്യം തന്നെ സത്യ എവിടെയെന്ന് തിരക്കുകയും ചെയ്യും. ഉറപ്പാണോ? സത്യക്ക് എന്നെ വിശ്വാസം ഇല്ലേ? പപ്പി എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എന്താ പപ്പി? ഇന്ന് വിഷ്ണുച്ചന്റെയും കാർത്തികാന്റിയുടെയും കല്യാണോ? സത്യയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇനി ഇപ്പൊ ആ കല്യാണം നടക്കും. കാർത്തികാന്റി കെട്ടാനിരുന്ന ആ അങ്കിള് വന്നാ മതിയായിരുന്നല്ലേ? ഇനി അതൊന്നും നടക്കില്ല എന്റെ സത്യേ. ആ അങ്കിളിന്റെ വീട് എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി പറയായിരുന്നു പപ്പിയുടെ വിഷ്ണുവച്ചനെ രക്ഷിക്കണമെന്ന്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരിക്കണം. ഒരിടത്തേക്കും പോകരുത്, കേട്ടല്ലോ? ഞാനൊന്ന് അകത്ത് കയറിയിട്ട് പെട്ടെന്ന് വരാം. അമ്മ കണ്ണു തുറന്നോ? ഇല്ല, കണ്ണു തുറക്കുമ്പോ സത്യമോളെ അകത്തേക്ക് വിളിപ്പിക്കാം. അതുപോരെ? അതുവരെ നല്ല കുട്ടികളായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കണം. പപ്പിമോളെ, ഗെയിം കളിച്ചോ? ഞാനിപ്പോ വരാവേ. നമുക്ക് വിഷ്ണുവച്ചനെ ഒന്ന് വിളിച്ചാലോ? ചേച്ചിയമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയും ചെയ്യാം. അല്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലെന്ന് തിരക്കുകയും ചെയ്യാം. ഇവിടെ റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നേ. കോള് പോകുന്നില്ല. എന്നാ നമുക്ക് ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങി നോക്കാം. ചിലപ്പോ അവിടെ റേഞ്ച് ഉണ്ടെങ്കിലോ? ആ, അത് ശരിയാ, പുറത്ത് റേഞ്ച് കാണും. വാ, പോകാം. എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങളാരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിങ്ങളുടെ ആരുടെയും ചെലവിലല്ലല്ലോ ഞാൻ. ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.